എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാനൊരു കത്തിവേഷമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇല്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തു വന്ന പോലെ ഫെസ്റ്റിവൽ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വരുന്നതൊക്കെ ഫെസ്റ്റിവൽസാണ്. നല്ല 2 ഹെയർ സ്റ്റൈൽസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇന്ന് എടുക്കുന്ന ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൺ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ ജൂഡ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു ഹെയർ സ്റ്റൈലാണ് എടുക്കുന്നത്. അപ്പോൾ ബേസ് നമ്മൾ അത് തന്നെയായിരിക്കും, പക്ഷേ സ്റ്റൈല് 2 ടൈപ്പായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല, കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കണ്ടിട്ട് യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൻ്റെ ബട്ടൺ കൂടി ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് നേരെ പകച്ചിലെടുക്കാം കേട്ടോ. വെച്ചിട്ടെടുത്തു. അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് മുടി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഈ ചെവിയുടെ അവിടെ കണ്ട, ചെവിയുടെ അവിടെ വരയ്ക്കും. ഫ്രണ്ടിലേക്ക് കുറച്ച് മുടി ഇട്ടു. ഓക്കെ, ഈ ബാക്കിലത്തെ മുടി ഉണ്ടല്ലോ, ഇങ്ങനെ പിടിക്കുകയാണേ. അതിനുശേഷം ഈ മുടീനെ നമ്മൾ 2 പാർട്ടാക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്യാണ് കേട്ടോ. നമ്മളത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വളച്ചിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം, കണ്ടിട്ട് ഇതുപോലെ. ഇത് ഇതുപോലെ കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മുടി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. റൗണ്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. യുപ്പിൻ വെച്ചോ അല്ലെങ്കിൽ സാധാരണ ചെറിയ സ്ലൈഡ് വെച്ചിട്ടായാലും മതി. അങ്ങനെ നമ്മൾ സ്ലൈഡ് കുത്തി കൊടുത്തു കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ മുടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ലോ ബണ്ണായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഭാഗമാണ് കേട്ടോ, ഈ കുറച്ച് മുടിയാണ് എടുക്കുന്നത്. നമ്മൾ ഇതിൽ ഇവിടെ നിന്ന് കുറച്ച് മുടി എടുക്കുകയാണ്. അല്ലേ, ഇത്രയും മുടി നമ്മളിങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഈ മുടീനെ 2 പാർട്ടാക്കി തിരിച്ചു, എന്നിട്ട് ഒന്ന് ഇതിനിങ്ങനെ ട്വിസ്റ്റ് ചെയ്യണേ. ബാക്കിലേക്ക് വലിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്തോളൂ. ഇതിങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുടി ഇങ്ങനെ വെട്ടിയിട്ടാണ് കേട്ടോ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ പൂന്തി നിൽക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെ ബാക്കിലേക്ക് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്ത മുടി നമ്മൾ അതിൻ്റെ കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്യുന്നതിന് പകരം സാധാരണ 3 മെടച്ചിൽ മെടഞ്ഞിട്ടായാലും അങ്ങനെ ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുത്താലും ഭംഗിയുണ്ടാവും കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് കുറച്ച് മുടി എടുത്തു, പിന്നെ 2 ആക്കി എടുത്തു, ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണേ.
അപ്പോൾ നമ്മൾ ബേസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുതന്നെയായിരിക്കും ഇനി സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ 2 മുടി വെച്ചിട്ടുള്ള സ്റ്റൈലാണ് കേട്ടോ. ഇനി കാണിച്ചു തരാൻ പോകുന്നത് 2 ടൈപ്പായിട്ട് കാണിച്ചു തരാം. ഈ മുടി ഇങ്ങനെ എടുക്കുക, എടുത്തിട്ട് പതുക്കെ ഒന്ന് ചെവിയുടെ അവിടേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതും ഇതുപോലെ ഒന്ന് ചെവിയുടെ അവിടേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് കവർ ചെയ്തോളൂ. ഫ്രണ്ടിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. 2 ഭാഗത്തും ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരു പണ്ടത്തെ ഒരു ഹീറോയിൻസൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലായിട്ട് തോന്നുന്നില്ലേ? ഭംഗിയുണ്ടല്ലേ ഇതിന് കാണാനായിട്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റൈല് ഇതാണ്. കൊള്ളല്ലേ? ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പൂവോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ വെക്കാവുന്നുള്ളൂ കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, പ്ലെയിനായിട്ട് തന്നെ വിടുകയാണ്. ഓക്കെ, ഇനി നമുക്ക് 2ാമത്തെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബ്രെയ്ഡ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ, ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇതിപ്പോൾ നമ്മൾ മുകളിലേക്കായിട്ട് ഇങ്ങനെ മുടീനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. കയ്യിൽ കുറച്ച് ഭാഗം മുടി പിടിച്ചിട്ട് ആ മുടിയായിട്ട് ബാക്കിയുള്ള മുടീനെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഈസി ബ്രെയ്ഡാണ് ഇത്. അതിന് ശേഷം ബാക്കിയുള്ള കയ്യിലുള്ള മുടീനെ ബാക്കിലേക്കായിട്ട് പിടിച്ച് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളവിടെ സ്ലൈഡ് കുത്തി കൊടുക്കുക ചെയ്യുന്നത്. ബാക്കിലേക്കായിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. അത് കാരണം ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഈ ഒരു സ്റ്റൈലിന്. നമുക്കൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ ഇങ്ങനെ. അതുപോലെ അപ്പുറത്തെ സൈഡും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് 2ാമത്തെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ പൊക്കി പൊക്കി വയ്ക്കുക കേട്ടോ. അങ്ങനെ ഇതുപോലെ മുടി ഇവിടെ ഇങ്ങനെ ഇടുക, ഇത്രയേ ഉള്ളേ. അപ്പോൾ ഇതാണ് 2ാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 സ്റ്റൈലുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ? നമ്മുടെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗി തരുന്ന രീതിക്കാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ ഇങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈൽസൊക്കെ നല്ലതല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും അവധി ദിവസങ്ങളൊക്കെയാണ് വരുന്നത്. എല്ലാ കുട്ടികളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിക്കാൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.